എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കിടിലൻ രുചിയിൽ ഒരു ഫിഷ് മോളിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ഷെയർ കൂടി ചെയ്തേക്കണേ. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫിഷ് മോളി തയ്യാറാക്കുന്നതിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന മീൻ മോതയാണ്. 6 പീസ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കുക. ഒരു 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യുന്നതിനായി വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ 2-3 മിനിറ്റിന് ശേഷം ഇതുപോലെ മീൻ കഷ്ണങ്ങളെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒരു വശം വേവുന്നതിന് ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ മതി. അപ്പോൾ ഇത് മീനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫിഷ് മോളി തയ്യാറാക്കാൻ വേണ്ട ചേരുവകൾ: തേങ്ങയുടെ 1/4 പാൽ 1 കപ്പ്, 2 പാൽ വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്തത് 1/2 കപ്പ്, ഒരു സവാള നീളത്തിലരിഞ്ഞത്, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഒരു തക്കാളി റൗണ്ടായിട്ട് കട്ട് ചെയ്തത്, കറിവേപ്പില എന്നിവയാണ്. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് മൂപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അതിനുശേഷം സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. ഒരുപാടിട്ട് വഴറ്റുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. പിന്നീട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം തേങ്ങയുടെ 2 പാൽ ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം തക്കാളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കാം. ഇനി തീ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം തേങ്ങയുടെ 1/4 പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് 1/2 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഫിഷ് മോളി ഇവിടെ റെഡിയായി. ഇനി മൂടി വെച്ച് 1-2 മണിക്കൂർ കഴിഞ്ഞെടുത്താൽ ചാറൊക്കെ കുറി നല്ല അടിപൊളിയായി കിട്ടും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.